നമസ്കാരം. ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നു മുതൽ ഒരു സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. നത്തിങ് ബട്ട് വെൽത്ത് ക്ലാസ് ആണ്. 100 റൂൾസ് ഓഫ് വെൽത്ത്. ഇത് 100 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ആണ്. ജീവിതത്തിൽ സമ്പത്തിനെ അല്ലെങ്കിൽ പണത്തെ, മണിയെ ബിസിനസ്സിൽ എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ബിസിനസിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ പക്ഷേ സമ്പത്തിനെ പറ്റി നമുക്ക് പലപ്പോഴും പല മിഥ്യാധാരണകൾ ഉണ്ട് എന്നുള്ളതാണ് ബിസിനസ്സിൽ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് തടസ്സമായി മാറുന്നത്. ബിസിനസ് എങ്ങനെ നമുക്ക് വിജയകരമാക്കി കൊണ്ടുപോകണം എന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് മനോഭാവമാണ് അതിന്റെ പ്രധാനമായ ഘടകമെന്ന്. എന്തിനുള്ള മനോഭാവമാണ്? സമ്പത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ മനോഭാവം. നിങ്ങൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്, ഞാനും നിങ്ങളും ബിസിനസ് ചെയ്യുന്നത് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. മറ്റൊരു ഉദ്ദേശവും അതിനകത്തില്ല എന്നുള്ളത്. മറ്റെല്ലാ ഉദ്ദേശവും സെക്കൻഡറി ആണ്. ഫസ്റ്റ് തിങ്സ് അത് തന്നെയാണ്. അപ്പോൾ മാത്രമേ ബിസിനസ് വിജയിക്കുകയുള്ളൂ എന്നറിയാം. പക്ഷേ ബിസിനസ്സിൽ നമുക്ക് എപ്പോഴും തടസ്സമായി മാറുന്നത് നമ്മുടെ മനോഭാവം തന്നെ. അതായത് ഞാൻ ഇനി ഇത്രയും ദിവസങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത് സമ്പത്തിന്റെ നിയമങ്ങളെ പറ്റിയിട്ടാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരാൾക്കും സമ്പന്നരാവാൻ സാധിക്കും. പണത്തെയും സമ്പത്തിനെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വെല്ലുവിളിക്കുന്ന ചില ചിന്താഗതികളാണ് ഈ ഒരു വീഡിയോ സെഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് അവതരിപ്പിക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ, വളർന്നു വന്ന ചുറ്റുപാടുകൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവ കാരണം ദരിദ്രരെന്നും ദരിദ്രരായി തന്നെ തുടരുന്നു, പണക്കാരനെന്നും പണക്കാരനായി തന്നെ തുടരുന്നു. അല്ലെങ്കിൽ ബിസിനസ് ഫാമിലിയിൽപ്പെട്ടവൻ ഏത് ബിസിനസ് ചെയ്താലും വിജയിച്ചു പോകുന്നു, അതില്ലാത്തവൻ ഏത് ചെയ്താലും മിക്കവരും തകർന്നു പോകുന്നു എന്ന്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് നൽകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇടയിൽ നമ്മുടെ ജോലിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും സാധിച്ചില്ലെങ്കിൽ ഒന്ന് റിമൈൻഡർ ചെയ്യുക, സാറേ കിട്ടിയില്ല എന്ന് പറയാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കാം. എന്തായാലും നമുക്കൊരു ഗ്രൂപ്പായിട്ട് എഫേർട്ടായിട്ട് എടുക്കാം. നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇത് വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കൂടുതൽ ആൾക്കാർ ഇതിന് സപ്പോർട്ടുമായി താഴെ കമന്റുമായി നിങ്ങൾ വരികയാണെങ്കിൽ എനിക്കും ഒരു പ്രചോദനമാകും. അപ്പോൾ നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് ഈ ഒരു പ്രവർത്തനം നിൽക്കാം. നിങ്ങൾക്കും പഠിക്കാം, എനിക്കും പ്രാവർത്തികമാക്കാം. അങ്ങനെ നമുക്കൊരു ടോട്ടലി ഒരു എന്താ പറയാ, ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിലൂടെ മുമ്പോട്ട് പോകും. താല്പര്യമുള്ളവരെല്ലാം ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക, ഐ ലൈക്ക് ഇറ്റ് അല്ലെങ്കിൽ താങ്ക് യു. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള 2 വാക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ ബിസിനസിനെ പറ്റിയും കൂടി പറയുക. ഞാൻ ഇന്ന് ബിസിനസ് ആണ് ചെയ്യുന്നത്, ഇതിന് എങ്ങനെ അടുത്ത തലത്തിലേക്ക് പോകുന്നൊക്കെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ലോകത്തിന് കൂടുതൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്ന്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ലോകത്തിൽ താരതമ്യേന സുരക്ഷിതത്വവും സുഖ സൗകര്യങ്ങളിലും ഒക്കെ ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് സമ്പന്നരാവാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കാമെന്ന് തോന്നുന്നു, പക്ഷെ കഠിനമായിരിക്കാമെന്നും അറിയാം. പക്ഷെ ഇത് സാധ്യമാണ്. എന്തുകൊണ്ട്, എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി വാക്ക് പറയാം. നിങ്ങൾ ഈ ലോകത്തിൽ താരതമ്യേന സുരക്ഷിതത്വത്തിലും സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്നു എങ്കിൽ നമുക്ക് സമ്പന്നനാവാനുള്ള കഴിവുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കഠിനമാകാം, പക്ഷെ സാധ്യമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ ഒന്നാമത്തെ നിയമം. മറ്റൊന്നുമല്ല, ആർക്കും സമ്പന്നരാകാൻ കഴിയും, നിങ്ങൾ ഈ ചിന്താഗതിയെ സ്വയം ഉൾക്കൊണ്ടാൽ മാത്രം. ആർക്കും സമ്പന്നരാകാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം. ഇത് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളെല്ലാവരും ശരിച്ചില്ലെങ്കിൽ ഈ പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. റിച്ചാർഡ് ടംബ്ലറുടെ ഒരു വളരെ പ്രശസ്തമായ പുസ്തകമാണ് ദ റൂൾ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. ഇതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ വളരെ ലളിതമായ മനോശാസ്ത്രപരമായ സമീപനമാണ് സമ്പത്തുമായിട്ട് അദ്ദേഹം ഇതിനകത്ത് അത് നമ്മുടെ ആനുകാലികത്തിൽ എത്രത്തോളം പ്രശസ്തമാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നിയമം, സമ്പത്തിന്റെ ഒന്നാമത്തെ നിയമം, ദ ഡേ 1 ഇന്നാണ് 23. ഇത് നമ്മൾ ഇന്ന് ഈ ഡേ 1 തുടങ്ങുകയാണ്. നിങ്ങളത് സീരിയസ് ആയി മുഴുവൻ കാണുക. നിങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ അഫർമേഷൻ ഒന്ന് ടൈപ്പ് ചെയ്യൂ താഴെ. ഹൂ ആർ യു? നിങ്ങളുടെ ഉദ്ദേശം എന്താണ് അത് പറയൂ. ഐ ആം എ പ്രോഫിറ്റ് മേക്കർ. ഒരിക്കലും മറക്കരുത്. ഇതൊരു അഫർമേഷൻ ആണ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിത്യജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ ഐ ആം എ പ്രോഫിറ്റ് മേക്കർ ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ഇനി നിങ്ങൾ
ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും പണക്കാരനാവാൻ സാധിക്കും. എല്ലാവർക്കും പണക്കാരനാവാൻ സാധിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ലഭ്യമായ അവകാശം ഉണ്ടായിരിക്കുമെന്ന്. സമ്പത്ത് സൃഷ്ടിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ലഭ്യമാണ്. അതേതെങ്കിലും പ്രത്യേക വിഭാഗത്തിനോ വ്യക്തിക്കോ മാത്രം പരിമിതമല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തെ. നിങ്ങൾ താഴെ എഴുതിക്കോളൂ, സമ്പത്ത് ഉണ്ടാക്കാൻ എനിക്കും സാധിക്കും, കാരണം എല്ലാവർക്കും ഉള്ള അതേ അവകാശം എനിക്കുമുണ്ട്. ഇതൊന്ന് നിങ്ങൾ സ്റ്റേറ്റ് ആയിട്ട് എഴുതിക്കോളൂ, എന്നിട്ട് ബാക്കി കാണുക. പണത്തിന് മനോഹരമായ ഒരു സവിശേഷതയുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ അത് വിവേചനം ആരോടും കാണിക്കില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ പ്രത്യേകത. നമ്മുടെ നിറമോ വർഗമോ സാമൂഹിക സ്ഥാനമോ മാതാപിതാക്കളുടെ തൊഴിലോ അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്ന വ്യക്തിത്വമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഇതൊന്നും പണത്തിന് പ്രശസ്തമായ കാര്യമേ അല്ല. ഓരോ ദിവസവും ഒരു പുതുവായ വായ്പ പോലെ ആരംഭിക്കുക എന്നതാണ് പണത്തിന്റെ പ്രശ്നം. ഇന്നലെ ഉണ്ടായതും ഇന്ന് ആരംഭിക്കുന്നതും വ്യത്യസ്തമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്താലും നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് ഇന്ന് നിങ്ങൾക്ക് പുതിയതായി തുടങ്ങാൻ സാധിക്കുമെന്നാണ് പണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് അവകാശമുള്ളത്ര സമ്പത്ത് നേടാൻ മറ്റെല്ലാവർക്കും ലഭ്യമായ അവകാശങ്ങൾ, അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളെ തടയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്തായിരിക്കും? ടൈപ്പ് ചെയ്തോ. നിങ്ങളെ തടയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അത് നിങ്ങളുടെ സ്വന്തം ചിന്താഗതിയും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസവുമാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് മാറ്റം തുടങ്ങാൻ സാധിക്കും. ലോകത്തിലെ സമ്പത്ത് എല്ലാവർക്കും ലഭ്യമാണെന്നും അവർ എത്രമാത്രം നേടാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രമാണ് അത് ലഭിക്കുന്നത് എന്നും മനസ്സിലാക്കുക. പണം ആരുടെ കൈകളിൽ പോകുന്നു, അവരുടെ യോഗ്യതകൾ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവരുടെ സാമൂഹ്യ സ്ഥാനം എന്താണ് എന്നിവയൊന്നും പണം ഒരിക്കലും പരിഗണിക്കുന്നതേയില്ല. പണത്തിന് കാണാൻ, കേൾക്കാൻ, അനുഭവിക്കാൻ കഴിവില്ല എന്നതും അത് നിർജീവമായ നിഷ്ക്രിയമായ ഒരു എനർജിയാണ് എന്നും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ എനർജിയുമായി എപ്പോഴാണോ നമുക്ക് ചേരാൻ സാധിക്കുന്നത് അപ്പോൾ അത് നമ്മളിലേക്ക് ഒഴുകും എന്നും മനസ്സിലാക്കുന്നിടത്താണ് കാര്യമെടുക്കുന്നത്. അതിന് വ്യക്തികളെ ഏത് കാര്യത്തിൽ നമുക്ക് വിധിക്കാൻ സാധിക്കില്ല. പണം ഉപയോഗിക്കപ്പെടാനും ചെലവഴിക്കപ്പെടാനും സംരക്ഷിക്കപ്പെടാനും നിക്ഷേപിക്കപ്പെടാനും നിങ്ങൾ ആക്ഷൻ എടുക്കുക തന്നെ വേണം. അതിന് വിവേചനപരമായ ഉപാധികൾ ഒന്നുമില്ല. അതിനാൽ നിങ്ങൾ യോഗ്യനാണോ അല്ലയോ എന്ന് അത് തീരുമാനിക്കുന്നില്ല. ആരാണ് അപ്പൊ തീരുമാനിക്കുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ആരാണ് തീരുമാനിക്കുന്നത്? യെസ്, അത് തന്നെയാണ് അടിസ്ഥാന തത്വം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരീക്ഷിച്ച സമ്പന്നരെല്ലാവരും വിവിധമായ പശ്ചാത്തലങ്ങളിലൂടെ കടന്നു വന്നവരാണ്. അവർക്ക് പൊതുവായി ഒന്നുമില്ല എന്നാണ്. ഓരോ വ്യത്യസ്തമായ സമീപനങ്ങളിലൂടെ ഇവിടെ UAE നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസുകൾ, ഒരുപാട് ആൾക്കാരെ അങ്ങനെ എടുത്താൻ പറയും. യൂസഫ് സാർ കടന്നു വന്നതും ധനൂപിന്റെ ഷാജൻ കടന്നു വന്നതും ഒക്കെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിലാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അവർ നിയമങ്ങളെ പക്ഷെ അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ പണത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നു എന്നുള്ളത്. അവർ നിത്യജീവിതത്തിൽ അവരുടെ പണവുമായി ബന്ധപ്പെട്ട കുറെ ചിട്ടവട്ടങ്ങളെ അവർ പാലിക്കുന്നു. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അതിന് വ്യക്തമായി പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. ഞാനും പാലിക്കുന്ന കുറെ തത്വങ്ങൾ, അത് എൻ്റെ കാര്യങ്ങളിലപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളെ പാലിക്കാൻ നിങ്ങളും തയ്യാറാണ്. റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസം കാണുക. ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ട കുറെ നിങ്ങളുടെ ബിസിനസ്സുകാർക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. റെഡി ആണെങ്കിൽ ജസ്റ്റ് താഴെ. ഇത് വളരെ എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. സമ്പന്നരുടെ പ്രത്യേകത എന്താണ്? അവർ നിയമങ്ങളെ പാലിക്കുന്നവരാണ് എന്നതും സമ്പന്നർ വൈവിധ്യമാർന്ന വ്യക്തികളാണെന്നും മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരും അവർ സൗമ്യരായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക പരിഷ്കാരികളായിരിക്കില്ല, അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായിരിക്കാം, അല്ലെങ്കിൽ മണ്ടന്മാരായിരിക്കാം. അവർ അർഹതയുള്ളവരോ അർഹതയില്ലാത്തവരോ ആയിരിക്കാം. എന്നാൽ അവർ എല്ലാവരും അതേ എനിക്ക് പണം സമ്പത്ത് വേണം എന്ന് പറയുന്നവരാണ്. അവർ ഇതിനെപ്പറ്റി എപ്പോഴും ആലോചിക്കും, അതെനിക്ക് വേണം എന്ന് മാത്രമേ അവരുടെ ചിന്തയിലുള്ളൂ. അതേ സമയത്ത് ദരിദ്രർ എന്ന് പറയുന്ന കൂട്ടർ എന്ത് ചോദിച്ചാലും വേണ്ട എന്ന് മാത്രമേ പറയുള്ളൂ. അതെനിക്കില്ല, വേണ്ട, ഞാനതിന് യോഗ്യനല്ല, ഞാനതിന് അർഹനല്ല
എനിക്കതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല, എനിക്കത് കഴിയില്ല, എനിക്ക് പാടില്ല എന്നൊക്കെ പറയുന്ന മെന്റാലിറ്റി ആണ് ദരിദ്രർക്കുള്ളത്. ഇതിലേത് മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക് എന്നൊന്ന് പരീക്ഷിച്ചു നോക്കുക. എന്നിട്ട് അടുത്ത ദിവസത്തെ ക്ലാസ്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ സെഷൻസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സമ്പത്തിന്റെ നിയമത്തിൽ ഒന്നാമത്തേത് ആർക്കും പണമുണ്ടാക്കാം എന്നുള്ളതാണ് എന്ന് ഓർക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം. ബാക്കി നമ്മൾ അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, അല്ലെങ്കിൽ താഴെ 2 വാക്ക് നിങ്ങളുടേതായ കുറിപ്പ് മറക്കാതെ നിങ്ങൾ ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പറയാം. ഞാൻ മാച്ച് ചെയ്ത് ആണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായി പറയുക, നല്ലതാണെങ്കിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.